ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റാഗി സ്മൂത്തിയാണ് കേട്ടോ നമ്മളന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ റാഗി സ്മൂത്തി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, വെറുതെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് റാഗി പൗഡറാണ്. അതായത് മുളപ്പിച്ചെടുത്ത റാഗി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ റാഗി പൊടി എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നും റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്ന റാഗി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. നമ്മൾ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർക്കാം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഓണാക്കിയിട്ടേ ഇല്ല. ഇനി നമുക്ക് ഈ റാഗിപ്പൊടിയുടെ കട്ടയൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചടപുടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് റാഗി. നമ്മുടെ ഈ റാഗി നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഒന്ന് കുറുകി കിട്ടിക്കോളും. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റാഗിയെല്ലാം നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാഗി ഇതുപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് റാഗിപ്പൊടി കുറഞ്ഞു പോയാൽ ഇതുപോലെ ഇത്രയും കട്ടിയായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ റാഗി എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് മാറട്ടെ. ചൂട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ റാഗി മിക്സിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതല്ല നല്ല ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് ബദാമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 15ഓളം ബദാം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത ബദാമാണ്. ആ ബദാമും കൂടി ചേർക്കാം. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ചേർക്കാവുന്നതാണ്. ആദ്യം ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ കട്ടി ഒന്ന് മാറ്റാനായിട്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണമോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിന് പകരം നമുക്ക് പാലാണെന്നുണ്ടെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. അതുപോലെ തന്നെ ബദാം പാലൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ പാല് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർ പാൽ ഉപയോഗിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.